അമേരിക്കയിലെ സോഫ്റ്റ്വെയർ കമ്പനികളിലേക്ക് പ്രധാനമായും ഈ ഔട്ട്സോഴ്സിംഗ് നടത്തുന്ന രാജ്യങ്ങളിൽ ഒന്നാമത് എന്ന് വേണമെങ്കിൽ പറയാം ഇന്ത്യ. ഇപ്പോൾ ഇത് നിർത്തലാക്കാനോ അല്ലെങ്കിൽ ഇതിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു നീക്കം വരുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലേക്ക് ഔട്ട്സോഴ്സിംഗ് നടത്തുന്നത് അമേരിക്കയിലുള്ള തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടുവാനുള്ള കാരണമാകുന്നു എന്നാണ് പ്രധാനമായിട്ടുള്ള ഒരു കാരണമായിട്ട് വൈറ്റ് ഹൗസ് വ്യാപാര ഉപദേഷ്ടാവ് പീറ്റർ നവാരോ പറയുന്നത്. പീറ്റർ നവാരോ തുടർച്ചയായിട്ട് ഇന്ത്യക്കെതിരെയുള്ള പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് തന്നെ പീറ്റർ നവാരോയുടെ വായ അടപ്പിക്കണം, അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം വഷളാകുമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഔട്ട്സോഴ്സിംഗിന് തീരുവ ഏർപ്പെടുത്തണമെന്നാണ് ഇദ്ദേഹത്തിന്റെ നിർദ്ദേശം. സെപ്റ്റംബർ 1 വലതുപക്ഷ ആക്ടിവിസ്റ്റും അതുപോലെ മുൻ US നേവി ഇന്റലിജൻസ് ഓഫീസറുമായ ജാക്ക് പോസോബിക്ക് ഒരു പോസ്റ്റ് സമാന രീതിയിൽ ചെയ്തിരുന്നു. വിദേശ റിമോട്ട് തൊഴിലാളികളും അതുപോലെ ഔട്ട്സോഴ്സിംഗ് താരിഫുകൾക്കൊക്കെ വിധേയമായിരിക്കണമെന്നാണ് അന്ന് അദ്ദേഹം വാദിച്ചത്. അമേരിക്കയിൽ എത്തുന്ന ഉൽപ്പന്നങ്ങൾ പോലെ തന്നെ അമേരിക്കയ്ക്ക് റിമോട്ടായി സർവീസുകൾ നൽകുന്ന രാജ്യങ്ങൾ തീരുവ രീതിയിൽ അതിനുള്ള പണം നൽകണം. അതുപോലെ മറ്റൊരു നിർദ്ദേശം വരുന്നത് H-1B വിസകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുവാനുള്ള ഒരു തീരുമാനം ഉടൻ ഉണ്ടാകുമെന്ന് കരുതുന്നു. യോഗ്യത കർശനമാക്കുക, അതുപോലെ ഇളവുകൾ പരിഷ്കരിക്കുക, വിസകൾ അനുവദിക്കുന്ന രീതിയൊക്കെ പുനഃക്രമീകരിക്കുക എന്നിവ ലക്ഷ്യമിട്ടുള്ള പുതിയ നിയമങ്ങൾ ഉൾപ്പെടുത്തി ട്രംപ് ഭരണകൂടം H-1B വിസ പ്രോഗ്രാമിൽ പ്രധാന മാറ്റങ്ങൾക്ക് ഒരുങ്ങുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമ്മൾ ഓർക്കണം, ഇന്ത്യക്കാരാണ് പ്രധാന H-1B വിസ വഴി അമേരിക്കയിൽ എത്തുന്നത്. 2023 സെപ്റ്റംബറിലെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യക്കാർ ഏതാണ്ട് 68 ലക്ഷത്തോളം ഈ H-1B വിസയിൽ അമേരിക്കയിൽ എത്തി. അതായത് 58% ഈ പ്രാരംഭ തൊഴിൽ വിസകൾ അന്ന് അനുവദിച്ചത്. ഇത് കൂടാതെ 79% പേർക്ക് 2 ലക്ഷത്തിൽ പരം അതായത് വിസകൾ എക്സ്റ്റൻഷനുകളായി നേടിയിരുന്നു. H-1B വിസയിലെ ഏതൊരു മാറ്റവും US-ൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാരെ വലിയ തോതിൽ ബാധിക്കുമെന്ന് ആണ് റിപ്പോർട്ടുകൾ.